ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ ആണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഫാർമസ്യൂട്ടിക്സ് ഏരിയക്കകത്ത് ഫാർമസ്യൂട്ടിക്സ് 1 ആൻഡ് ഫാർമസ്യൂട്ടിക്സ് 2 രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് ടാബ്ലറ്റും ക്യാപ്സ്യൂളും സ്റ്റെറിലൈസേഷനും ആ വരുന്നത്. ഇതിനകത്ത് ക്യാപ്സ്യൂളും കൂടെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഇനി തീർക്കാനുള്ളൂ, ബാക്കി രണ്ടും കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം എന്ന് പറഞ്ഞിട്ട് സസ്പെൻഷൻ ആണ് ഫാർമസ്യൂട്ടിക്സ് 2-ന്റെ അകത്ത് ഫസ്റ്റ് ആയിട്ട് കിടക്കുന്നത്. സോ സസ്പെൻഷൻസ്, അതിന്റെ തന്നെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്, ദെൻ അതിനകത്ത് തിക്കനിങ് ഏജന്റ്, വെറ്റിംഗ് ഏജന്റ്, പ്രസിപ്പിറ്റേറ്റ് ഫോമിംഗ് ലിക്വിഡ്, ടിഞ്ചർ, അവരുടെ പ്രിപ്പറേഷൻ, സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പോയിട്ട് റെക്കോർഡിംഗ് കേൾക്കുക. ഓക്കെ, ഇതിൽ ഡൗട്ട്, ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് ചോദിച്ചാൽ മതി. വായിക്കുമ്പോൾ മനസ്സിലാകാവുന്ന ഏരിയ ആണ് ഇതൊക്കെ കേട്ടോ. അതാണ് നമ്മൾ വേഗം എടുത്ത് പോകുന്നത്. എമൽഷൻസ് നമ്മൾ ആദ്യം എടുത്ത പോർഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഫാർമസ്യൂട്ടിക്സ് 2-ലെ മൂന്നാമത്തെ പോർഷൻ ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് ആണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ തന്നെ PDF എടുത്താൽ വെച്ചിരിക്കുന്ന സ്ലൈഡ് ഞാൻ അയച്ചിട്ടുണ്ട്. സ്ലൈഡ് കിട്ടിയോ ഗ്രൂപ്പിൽ അയച്ചത്? സ്ലൈഡും വെച്ചിട്ടുണ്ട്, അതേപോലെ ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ടുണ്ട്. ഞാൻ RMAത്തെയാണ് ഫോളോ ചെയ്യുന്നത്. സോ RMAത്തെ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഇൻ കേസ് ടെക്സ്റ്റ് കംഫർട്ടബിൾ അല്ല എങ്കിൽ ഈ സ്ലൈഡ് നോക്കാം. ഒരു 8 പേജേ വരുന്നുള്ളൂ. നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ച് തീർന്നതിന് ശേഷം ആ സ്ലൈഡ് നോക്കാം. ടെക്സ്റ്റ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. കാരണം ഏറ്റവും കൂടുതൽ ഒരു സ്ലൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൺസൈസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ടെക്സ്റ്റ് അങ്ങനെയല്ല, വായിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി തോന്നും. ഓക്കെ, സോ നമുക്ക് ടെക്സ്റ്റ് പഠിക്കാം. സോ ഞാൻ വായിക്കുന്നത് ആ ടെക്സ്റ്റിലെ വരികളായിരിക്കും, നിങ്ങൾ അതിൽ കൂടെ പോവാൻ. ഓക്കെ, സോ ദ വേർഡ് കോസ്മെറ്റിക് is derived from a Greek word called as കോസ്മെറ്റിക്കോസ്. ഓക്കെ, കോസ്മെറ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമുക്ക് കോസ്മെറ്റിക് എന്ന് പറയുന്ന വേർഡ് കിട്ടിയത്. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു അഡോൺ എന്നാണ്. അഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടു ബ്യൂട്ടിഫൈ എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, ടു അഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്യൂട്ടിഫൈ എന്ന്. അപ്പം കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാം? കോസ്മെറ്റിക് എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു സാധനത്തിന് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കുക എന്നൊക്കെ ഉള്ളതാണ് കോസ്മെറ്റിക് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു അഡോൺ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി പഴയ കാലങ്ങളിൽ ഇൻ ഓൾഡൻ ഡേയ്സ് എനി മെറ്റീരിയൽ വിച്ച് ആർ യൂസ്ഡ് ഫോർ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓഫ് അപ്പിയറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. എനി ഇൻഗ്രീഡിയന്റ് അല്ലെങ്കിൽ എനി മെറ്റീരിയൽ which can be used for ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓഫ് അപ്പിയറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോസ്മെറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അട്രാക്റ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യാനോ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് കോസ്മെറ്റിക് എന്ന് വിളിക്കുന്നത്. ഇനി D&C ആക്ട് പ്രകാരം, അക്കോർഡിംഗ് ടു D&C ആക്ട് 1945, കോസ്മെറ്റിക് എന്നൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. കണ്ടോ? കോസ്മെറ്റിക് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഐറ്റം intended to be rubbed, poured, sprinkled അല്ലെങ്കിൽ sprayed on or introduced into
or otherwise applied to the human body or any part. Therefore, for cleansing, protecting, beautifying അല്ലെങ്കിൽ promoting attractiveness and altering the appearance. അപ്പം കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിന് DNC ആക്ട് 1945 പ്രകാരം ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എനി സബ്സ്റ്റൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ബി റബ്ഡ്. റബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രണ്ട് കൈകളുടെ ഇടയിലിട്ട് നമ്മൾ ഇങ്ങനെ ഉരയ്ക്കുന്ന ഒരു പ്രോസസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലിട്ട് നമ്മൾ ആ എഗെയിൻസ്റ്റ് ഫ്രിക്ഷൻ കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് റബ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ റബ്ഡ്, പോർഡ്, സ്പ്രിങ്കിൾഡ്, സ്പ്രേഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഓയിൽമെന്റ്സ് അല്ലെങ്കിൽ ക്രീംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്യുവാണോ ചെയ്യുക? അല്ലെ, നമ്മൾ റബ്ബ് ചെയ്യും. പക്ഷെ ലോഷൻസ് എന്ന് പറഞ്ഞാൽ റബ്ബ് ചെയ്യാതെ നമ്മൾ അപ്ലൈ ചെയ്യും. പോർഡ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ റോസ് വാട്ടർ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഐദർ സ്പ്രേ ചെയ്യും അല്ലെങ്കിൽ കയ്യിലേക്ക് പോർ ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്രിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബെതറി കൊടുക്കുന്നതിനാണ് സ്പ്രിങ്കിളിംഗ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന റബ്ഡ്, പോർഡ്, സ്പ്രിങ്കിൾഡ്, സ്പ്രേഡ് ഈ പ്രോസസ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലും അതിനെ ക്ലെൻസ് ചെയ്യാനോ പ്രൊട്ടക്ട് ചെയ്യാനോ ബ്യൂട്ടിഫൈ ചെയ്യാനോ അതിന്റെ അട്രാക്റ്റീവ്നെസ്സും അപ്പിയറൻസും കൂട്ടാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ DNC ആക്ട് പ്രകാരം കോസ്മെറ്റിക് എന്ന് പറയുന്നത്. ഇനി സോപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സോപ്പ് നമ്മൾ ഈ ഒരു കാറ്റഗറീനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് യൂഷ്വലി ബോഡിയുടെ ഒരു നെസസിറ്റി ആയിട്ടാണ് സോപ്പിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ കോസ്മെറ്റിക് എന്ന് പറഞ്ഞാൽ അത് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ടല്ല ഉപയോഗിക്കുന്നത്. സോപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോപ്പ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരം വൃത്തിയാക്കുക, ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് എക്സ്ക്ലൂഡഡ് ഫ്രം DNC. നെക്സ്റ്റ് വൺ, സിമിലർലി അതേപോലെ തന്നെ റൂം ഡിയോറൻസ്, റൂം സ്പ്രേസ് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഒരു കോസ്മെറ്റിക് ആയിട്ട് അംഗീകരിക്കാറില്ല. പക്ഷെ ബോഡി സ്പ്രേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കോസ്മെറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഡിവൈസസോ ഓക്കെ വിച്ച് ആർ യൂസ്ഡ് ഇൻ അപ്ലൈയിങ് ദ കോസ്മെറ്റിക്, അതായത് ഇപ്പം നമുക്ക് ഒരു ഇച്ചിരി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം, വി വിൽ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ ബ്രഷ് അല്ലെ. മുടി ഒന്ന് ചീകണം, നമ്മൾ എന്ത് ചെയ്യും? വി വിൽ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ കോം അല്ലെ. അപ്പൊ നമുക്കൊന്ന് അണ്ടർ ആംസ് ഷേവ് ചെയ്യണം, നമ്മൾ റേസർ ബ്ലേഡിന്റെ സഹായം തേടും. സോ സച്ച് തിങ്സ് നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല, ഒരു കോസ്മെറ്റിക്കിനെ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ബോഡിയിൽ ഓൾട്രേഷൻസ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളെ നമ്മൾ കോസ്മെറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ട ഭാഗങ്ങളല്ല, മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, സോ ജനറലി കോസ്മെറ്റിക് എന്ന് പറയുന്ന ആളുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ മെയിൻ ക്രൈറ്റീരിയ ഇറ്റ് ഷുഡ് ബി സേഫ്. ഓക്കെ, സോ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കാനും പാടില്ല. സോ കോസ്മെറ്റിക്സ് ആർ സേഫ് ഫോർ യൂസ് ബൈ ഓൾമോസ്റ്റ് ഓൾ ദ പീപ്പിൾ, ബട്ട് അഡ്വേഴ്സ് റിയാക്ഷൻ ക്യാൻ occur in certain people due to some cosmetics like deodorant, hair shampoo, hair spray, hair remover, hair dye, facial cream, skin cleanser, lipstick, nail polishes പോലെയുള്ള സാധനങ്ങൾ ചില സമയത്ത് ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് അലർജിക് ആയിട്ട് വരാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മൾ കോസ്മെറ്റിക് എന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ട് ഉപയോഗിക്കേണ്ട ഏജന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് കോസ്മെറ്റിക്കിന്റെ കുറച്ച് ഫങ്ഷൻസ് ആ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ബോഡി ഹെൽത്തും ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ സ്കിന്നിന്റെ പ്രീമച്വർ ഏജിങ്ങിനെ അവോയ്ഡ് ചെയ്യുക, നമ്മുടെ സ്കിന്നിന്റെ ഒരു സെൽസ് ഓഫ് വെൽ ബീയിങ് ഫീൽ ചെയ്യുക, ആൻഡ് ഇറ്റ് ഇംപ്രൂവ് ഓവറോൾ ലുക്ക് ആൻഡ് പേഴ്സണാലിറ്റി. നമ്മുടെ സ്കിന്നിന്റെ ഓവറോൾ ലുക്കിനെയും പേഴ്സണാലിറ്റിനെയും കോസ്മെറ്റിക് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ റോ മെറ്റീരിയൽസ് ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു പൗഡർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ പൗഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഈ എല്ലാ സാധനങ്ങളും, എല്ലാ റോ മെറ്റീരിയൽസും എന്തായിരിക്കണം? ഓൾ ഷുഡ് ബി ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി. എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ദേ ഷുഡ് ബി ടെസ്റ്റഡ് ബിഫോർ ഇറ്റ്സ് യൂസ്. അതിന് നമ്മൾ പബ്ലിക്കിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ എന്ത് വേണം? നമ്മൾ തന്നെ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബൈ വി ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഓഫ്, ഇപ്പം എന്താ പറയുക, ക്ലിനിക്കൽ ട്രയൽസ് നടത്തുന്നത് പോലെ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ മാർക്കറ്റിലേക്ക് ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. മാത്രമല്ല ഒരു പോയിന്റും കൂടി ഉണ്ട്, കോസ്മെറ്റിക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ത് വാട്ടർ ആയിരിക്കണം? ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ആയിരിക്കണം. ഓക്കെ, the dye used to give desired color to cosmetics should be approved for FD&C.
സോ ആസ് ടു അവോയ്ഡ് അലർജിക് റിയാക്ഷൻസ്. അപ്പൊ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറോ പ്യൂരിഫൈഡ് വാട്ടറോ ആയിരിക്കണം. ഡൈ എന്ന് പറയുന്നത് FD&C അപ്രൂവ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകും. സോ അലർജിക് റിയാക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈ എന്ന് പറയുന്ന ഒരു ഡിസയേർഡ് കളർ ആയിരിക്കണം. ദെൻ പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റുള്ള കോസ്മെറ്റിക് പ്രിപ്പറേഷൻസുമായിട്ട് കമ്പാറ്റബിളും ആയിരിക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഒരു കോസ്മെറ്റിക്കിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മളൊരു കാര്യം പറയുന്നത്, പുതിയതായിട്ട് നമുക്ക് ഒരു കോസ്മെറ്റിക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, the new cosmetic product should be marketed only after its proper testing. അല്ലെ, നമ്മൾ പറഞ്ഞു അതിന്റെ ഷെൽഫ് ലൈഫ് പഠിക്കണം. ഒരു 6 monthsലെങ്കിലും മിനിമം ഒരു സാധനത്തിന്റെ ഒരു കോസ്മെറ്റിക്കിന്റെ ഷെൽഫ് ലൈഫ് പഠിച്ചതിന് ശേഷം വേണം അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. എക്സ്ട്രീം ടെമ്പറേച്ചറിലും ഹ്യൂമിഡ് ടെമ്പറേച്ചറിലും ഒക്കെ ഇത് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ എന്ത് ചേഞ്ച് ആണ് വരുന്നത് ഒരു സ്റ്റഡി നടത്തിയിട്ട് വേണം കോസ്മെറ്റിക് എന്ത് ചെയ്യാൻ, മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്മെറ്റിക്സ് നോക്കാം. 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാവേ. ഒന്ന് അതിന്റെ യൂസ്, എന്തിനാ ഉപയോഗിക്കുന്നതെന്ന്. 2 അത് എന്തിനു വേണ്ടിയിട്ട്, അതിന്റെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാം. 3 അതിന്റെ ടെക്സ്ചർ, സോപ്പാണോ സൊല്യൂഷൻ ആണോ പൗഡർ ആണോ പേസ്റ്റ് ആണോ, അതനുസരിച്ചും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, കോസ്മെറ്റിക് അക്കോർഡിംഗ് ടു ദ ഒരു മിനിറ്റ്. സോ കോസ്മെറ്റിക്കിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. കോസ്മെറ്റിക്സ് അക്കോർഡിംഗ് ടു ദയർ യൂസിലുള്ള ക്ലാസിഫിക്കേഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, യൂസ് ഫോർ ദ സ്കിൻ, നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്നത്. 2 നെയിലിൽ ഉപയോഗിക്കുന്നത്. 3 ടീത്ത് അല്ലെങ്കിൽ മൗത്തിൽ ഉപയോഗിക്കുന്നത്. ദെൻ ഐയിൽ ഉപയോഗിക്കുന്നത്. യൂസ് ഫോർ ദ ഹെയർ. ഇങ്ങനെ 5ആയിട്ടാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്ന് ആലോചിക്കാം, നമ്മുടെ തല മുതൽ ആലോചിക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്നത് യൂസ് ഫോർ ദ ഹെയർ. എന്തൊക്കെയാ തലയിൽ ഉപയോഗിക്കുക? കണ്ടീഷണേഴ്സ് ഉപയോഗിക്കും, ഷാംപൂ ഉപയോഗിക്കും, ഹെയർ റിമൂവേഴ്സ് ഉപയോഗിക്കും, ഹെയർ ഡൈസ് ഉപയോഗിക്കും, ഹെയർ ടോണിക് ഉപയോഗിക്കും, ഹെയർ സ്പ്രേസ് ഉപയോഗിക്കും, അല്ലെ? സോ നമുക്ക് മുകളിൽ നിന്ന് വരാം. ഫസ്റ്റ് നമ്മൾ കോസ്മെറ്റിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം പറയുന്നത് അക്കോർഡിംഗ് ടു ദയർ യൂസ് ആണ്. അപ്പം ഹെയറിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ നമ്മുടെ കണ്ണിന് വേണ്ടിയിട്ടുള്ളത്, ദെൻ നമ്മുടെ പല്ലിന് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മൗത്തിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ കയ്യിലേക്ക് വരാം. കയ്യിൽ എന്തൊക്കെയാ ഉള്ളത്? നെയിൽസും ഉണ്ട്, സ്കിന്നും ഉണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മുടെ മുഖം എടുക്കുക അല്ലെങ്കിൽ തല എടുക്കുക. തലയിലുള്ള മുടി, കണ്ണ്, മൗത്ത് ആൻഡ് ടീത്ത്, പിന്നെ നെയിൽസ്, കയ്യിലുള്ള സ്കിന്ന്. ഇത്രയുമാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഓരോ ഇടത്തും എന്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഹെയറിലാണെങ്കിൽ ഹെയർ ഷാമ്പു, ഹെയർ റിമൂവർ, ഹെയർ ഡയർ, ഹെയർ ടോണിക്, ഹെയർ സ്പ്രേ. കണ്ണിലാണെങ്കിലോ ഐ ക്രീം, ഐലാഷ്, ഐ ലൈനർ. ഓക്കെ, അതേപോലെ ടീത്തിലാണെങ്കിലോ ഡെൻഡ്രിഫൈസർ, മൗത്ത് വാഷ്. നഖത്തിലാണെങ്കിലോ ദെൻ നെയിൽ റിമൂവർ, നെയിൽ പോളിഷ് റിമൂവർ, നെയിൽ പോളിഷ്. ദെൻ മാനിക്യൂർ അറിയാലോ, കൈയുടെ ക്ലീനിങ്ങിന് മാനിക്യൂർ എന്ന് പറയുന്നത്, ലെഗിന്റെ ആവുമ്പോ പെഡിക്യൂർ. സോ മാനിക്യൂറിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. പിന്നെ സ്കിന്നിന് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും? പൗഡർ, ലോഷൻ, ഡിയോഡ്രന്റ്, ആന്റി പെർസ്പിറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പിനെ തടയുന്ന ആൾക്കാർ, അല്ലെ? സോ ആന്റി പെർസ്പിറൻസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. കോസ്മെറ്റിക് അക്കോർഡിംഗ് ടു ദയർ ഫംഗ്ഷൻ. ഓക്കെ, എന്ത് ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഏറ്റവും ആയത് ക്യൂറേറ്റീവ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഫംഗ്ഷൻ, അതായത് എന്ത് അസുഖത്തിന് അല്ലെങ്കിൽ എന്ത് ക്യൂർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഹെയർ പ്രിപ്പറേഷനിലെ ഹെയർ ഫോള്, അല്ലെങ്കിൽ ഇപ്പം ഹിർസൂട്ടിസം, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ സർക്കുലർ ആയിട്ട് നമുക്ക് ഹെയർ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. സോ സച്ച് ടൈപ്പ് ഓഫ് ഡിസീസ് കണ്ടീഷൻസിന്റെ കേസിൽ ഹെയറിന് തെറാപ്പി ആവശ്യമുണ്ട്. അങ്ങനെ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്, തെറാപ്യൂട്ടിക് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ഹെയർ പ്രിപ്പറേഷൻസും അതേപോലെ ആന്റി പെർസ്പിറൻസും. നമ്മുടെ വിയർപ്പിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റി പെർസ്പിറൻസ്. ദെൻ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ,
പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ തരുന്ന ഒരു ഏജന്റ് ആണ് ഫേസ് പൗഡേഴ്സ് അല്ലെ. നമ്മുടെ മുഖത്തിനെ ബാക്കിയുള്ള സൺലൈറ്റ് ഡസ്റ്റ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ് പൗഡേഴ്സ് ഉപയോഗിക്കാം. അത് കറക്റ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കുഴികൾ ഉണ്ടാവും, അൺഈവൻ ആയിട്ടായിരിക്കും നമ്മുടെ മുഖം ഇരിക്കുന്നത്, പക്ഷെ നമുക്ക് ഫേസ് പൗഡേഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റീവ് ഫംഗ്ഷൻസ് കൊടുക്കാം. നെക്സ്റ്റ് ഡെക്കറേറ്റീവ് ഫംഗ്ഷൻസ്, നമ്മുടെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണോ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, ഐലാഷ് ഒക്കെ. ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കോസ്മെറ്റിക്സ് അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ നേച്ചർ. ഓക്കെ, എയറോസോൾ, കേക്ക്, എമൽഷൻ, ഓയിൽസ്, പേസ്റ്റ്, പൗഡർ, സൊല്യൂഷന്, സോപ്പ്, സ്റ്റിക്ക്. ഓരോന്നിന്റെ എക്സാമ്പിൾ പറയാം. എയറോസോൾ ആലോചിച്ച്, ഇപ്പൊ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ നമ്മൾ ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെയർ പെർഫ്യൂംസ്, അതൊക്കെ എന്താണ്? എയറോസോൾസ് ആണ്. അല്ലെങ്കിൽ ആഫ്റ്റർ ഷേവ് ലോഷൻസ്, അതൊക്കെ എന്താണ്? എയറോസോൾസ് ആണ് കേട്ടോ. അടുത്ത് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ? കോമ്പാക്ട് ഒക്കെ ഉണ്ടല്ലോ, കോമ്പാക്റ്റുകളൊക്കെ അതൊരു ഹാർഡ് കേക്ക് പോലെ ആയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ കേക്കിന്റെ ഒരു കോമ്പാക്ട്നെസ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നല്ല എന്താ പറയാ ഹെവി കംപ്രഷൻ കൊടുത്തിട്ട് ഇതിനെ കേക്ക് പോലെ ആക്കുന്നത്. ആ കേക്കിന്റെ കട്ടി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സാധനം എടുക്കാൻ പറ്റില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ അത് കേക്ക് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കോമ്പാക്ട് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ കേക്കിന്റെ എക്സാമ്പിൾ ആണ് റോഗ് കോമ്പാക്ട്, മേക്കപ്പ് കോമ്പാക്ട്. ഇനി അടുത്തത് എമൽഷൻസിനകത്ത് വരുന്ന ഏതൊക്കെയാ? ക്രീമുകള്, കോൾഡ് ക്രീം, വാനിഷിംഗ് ക്രീം, ക്ലെൻസിങ് ക്രീം, എല്ലാ തരത്തിലുള്ള ക്രീമുകളും എന്താണ്? എമൽഷനുകളാണ്. പിന്നെ ഓയിൽസ് പറയുമ്പോഴേ അറിയാലോ, എന്താ ഓയിൽസ്? എല്ലാ ദിവസവും എണ്ണ ഉപയോഗിക്കുന്നത് എന്തിനാ? ഹെയറിന് വേണ്ടിയിട്ടാണ് അല്ലെ. പിന്നെ പേസ്റ്റ്, ടൂത്ത് പേസ്റ്റും ഡിയോഡറന്റ് പേസ്റ്റ് നമ്മൾ യൂഷ്വലി ആന്റി പെർസ്പിറന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. നെക്സ്റ്റ് പൗഡർ ആണെങ്കിൽ ഫേസ് പൗഡർ, ടൂത്ത് പൗഡർ, ടാൽക്കം പൗഡർ എക്സെട്ര. സൊല്യൂഷൻസ് ആണെങ്കിൽ ആഫ്റ്റർ ഷേവ് ലോഷൻ, ഹാൻഡ് ലോഷൻ, ആസ്ട്രീജൻ ലോഷൻ. ആസ്ട്രീജന്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ, സർഫസ് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ആണ് ആസ്ട്രിജനിന്റെ ഫംഗ്ഷൻ. അടുത്ത സോപ്പ് ഏതൊക്കെയാണ്? ഷേവിംഗ് സോപ്പ്, ടോയ്ലറ്റ് സോപ്പ്, ഷാംപൂ സോപ്പ് ഒക്കെ എന്താണ്? സോപ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്ത സ്റ്റിക്ക്, ലിപ്സ്റ്റിക്ക്, ഡിയോഡറന്റ് സ്റ്റിക്ക് ഒക്കെ സ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത് ഏതൊരാൾക്കും മനസ്സിലാകാവുന്ന ബേസിക് ആയിട്ടൊരു ഡെഫിനിഷനേ ഉള്ളൂ. അടുത്ത നമുക്ക് ഡെൻഡ്രിഫൈസിലേക്ക് പോവാം. എന്താ ഡെൻഡ്രിഫൈസിസ്? ഒരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമ്മൾ നമ്മുടെ പല്ലിൽ അപ്ലൈ ചെയ്തിട്ട് ആ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ഡെൻഡ്രിഫ്രൈസസ്. ഓക്കെ, സോ ഡെൻഡ്രിഫ്രൈസസ് ആർ ദ പ്രിപ്പറേഷൻസ് വിച്ച് ആർ മെന്റ് ടു ബി applied to the teeth with a toothbrush for the purpose of cleaning the accessible surface of the teeth. ഓക്കെ, സോ ഡെൻഡ്രിഫൈസസ് നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? പല്ല് ക്ലീൻ ചെയ്യാൻ, പോളിഷ് ചെയ്യാൻ, എന്തെങ്കിലും സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റെയിൻസിനെ റിമൂവ് ചെയ്യാൻ, ദെൻ ടൂത്ത് ഡീക്കേക്കുള്ള ചാൻസുകൾ കുറയ്ക്കാനായിട്ട്, നമ്മുടെ വായ്നാറ്റം മൗത്ത് ഓർഡർ റെഡ്യൂസ് ചെയ്യാനായിട്ട്, പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗമ്മിന് എഫക്ട് ആവുന്ന ജിഞ്ചിവൽ ഹൈപ്പർപ്ലാസിയ പോലെയുള്ള ഡിസീസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ പ്രിവെൻഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഡെന്റൽ പ്ലാഗ്, ഇങ്ങനെ വിട്ട പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, പല്ലിന്റെ അകത്ത് ഒരു പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാവും, ആ പ്ലേക്ക് ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്. കാൽക്കുലസ്, പല്ല് തന്നെ എക്സ്ട്രാ ആയിട്ട് കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ട് ഫോം ആവുന്നതാണ് കാൽക്കുലസ്. സോ പ്രിവെൻഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് കാൽക്കുലസ്, ഇത്രയും സാധനമാണ് ഡെൻഡ്രിഫൈസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഡെൻഡ്രിഫൈസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ പ്രിപ്പറേഷൻസ് വിച്ച് ആർ മെന്റ് ടു ബി അപ്ലൈഡ് ടു ദ ടീത്ത് വിത്ത് എ ടൂത്ത് ബ്രഷ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലീനിങ് ദ ആക്സസിബിൾ സർഫസ്. ഓക്കെ, ആ ആക്സസിബിൾ സർഫസ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് ഡെൻഡ്രിഫൈസസ്. എന്തിനാണ് ഡെൻഡ്രിഫൈസസ് ഉപയോഗിക്കുന്നത്? പല്ല് ക്ലീൻ ചെയ്യാൻ, പോളിഷ് ചെയ്യാൻ, സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ, ടൂത്ത് ഡീക്കേക്കുള്ള ചാൻസ് കുറയ്ക്കാൻ, മൗത്ത് ഓർഡർ കുറയ്ക്കാനായിട്ട്, ദെൻ പെരിയോഡോണ്ടൽ ഡിസീസ് കുറയ്ക്കാൻ, ഡെന്റൽ പ്ലേഗ് കുറയ്ക്കാൻ, കാൽക്കുലസ് കുറയ്ക്കാനായിട്ടാണ് ഡെൻഡ്രിഫൈസസ് ഉപയോഗിക്കുന്നത്. എല്ലാ ദിവസവും പല്ല് തേക്കുന്നത് എന്തിനാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് വൺ, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഡെൻഡ്രിഫൈസ്. ഒരു നല്ല ഡെൻഡ്രിഫൈസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് പൗഡർ, ഇത് രണ്ടും എന്തായിട്ട് ആക്ട് ചെയ്യാറുണ്ട്? ദിസ് ടു ആക്ട് ആസ് എ വാട്ട്? ഡെൻഡ്രിഫൈസ്. പല്ലിനെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ ഡെൻഡ്രിഫൈസ് എന്നാ പറയുന്നത് അല്ലെ. സോ ടൂത്ത് പേസ്റ്റ് ആൻഡ് ടൂത്ത് പൗഡർ ഷുഡ് ഹാവ് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. അപ്പൊ ഒന്ന്,
ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ അല്ലെ. ഇപ്പൊ നമ്മൾ ദിവസവും ഉപയോഗിക്കേണ്ട സാധനമാണ്. അപ്പൊ അതിന് ഒരു ടൂത്ത് പേസ്റ്റിന് 1000 rupees ആണെങ്കിൽ നമ്മൾ അതിനെ പർച്ചേസ് ചെയ്യുമോ ഫോർ 50 gram? ഉറപ്പായിട്ടും അത് എക്കണോമിക്കൽ ആണെന്ന് നമുക്ക് തോന്നില്ല അല്ലെ. അപ്പൊ ഡെയിലി യൂസ് ഉള്ളത് കൊണ്ട് തന്നെ അത് എക്കണോമിക്കൽ ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം. അതേപോലെ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്വീറ്റൻഡ് അല്ലെങ്കിൽ ഫ്ലേവേർഡ്. ഓക്കെ, അത് കൃത്യമായിട്ട് സ്വീറ്റൻ ആവുക, ഫ്ലേവേർഡ് ആവുക. ഇറ്റ് ഷുഡ് ഗീവ് ഫ്രഷ് ആൻഡ് ക്ലീൻ സെൻസേഷൻ. ഓക്കെ, ഒരു ക്ലീൻ അല്ലെങ്കിൽ ഫ്രഷ് സെൻസേഷൻ ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എഫിഷ്യന്റ് ഇൻ റിമൂവിംഗ് ഫുഡ് സബ്സ്റ്റൻസസ്, ഫ്ലാഗ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ്. ഫുഡ് സബ്സ്റ്റൻസ്, പ്ലേഗ്, ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ പല്ലിന്ന് റിമൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. നമുക്ക് ക്ലീൻ ടീത്ത് തരാനായിട്ട് പറ്റണം. ഓക്കെ, ഇതാണ് യൂഷ്വലി ഗുഡ് ഡെന്റിഫൈസിന്റെ ക്വാളിറ്റീസ്. എക്കണോമിക്കലായിരിക്കണം, ഒരു തരത്തിലുള്ള ടോക്സിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു ഫ്ലേവർ ഏജന്റ് ഒരു സ്വീറ്റനിങ് ഏജന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദെൻ ഫ്രഷ് ആയിരിക്കണം, ഒരു ക്ലീൻ സെൻസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ പല്ലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വേണം. അതിന് ടീത്തിനെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അബ്രാസീവ്സ്. ഓരോ ഫോർമുലേഷനും പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അതായിരിക്കും കൂടുതലായിട്ടും ചോദ്യങ്ങളായിട്ട് വരിക. സോ ഫസ്റ്റ് വൺ ഇസ് അബ്രാസീവ്സ്. അബ്രസീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അബ്രസീവിന്റെ അവിടെ ഹൈഫൻ ഇട്ട് എഴുതുക. അബ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പോളിഷിംഗ് ഏജൻസ്. സോ അബ്രസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഷിംഗ് ഏജൻസ് ആണ്. They are usually used to remove debris and residual strains from the teeth surface without damaging it. അപ്പൊ നമ്മുടെ പല്ലിന്റെ അവിടെ പിടിച്ചിരിക്കുന്ന റെസിഡ്യുവൽ ആയിട്ടുള്ള സ്ട്രെയിൻസിനെ എല്ലാം റിമൂവ് ചെയ്തിട്ട് ഡെബ്രിസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോളിഷിംഗ് ഏജന്റ് ആണ് അബ്രസീവ്. ഓക്കെ, അബ്രസീവ്. So the cleansing power of an abrasive depend upon the size, shape, hardness and brittleness. Okay, മനസ്സിലായോ? അപ്പൊ ഒരു പോളിഷിംഗ് ഏജന്റ് എന്ന് പറയുമ്പോൾ ആ പോളിഷിംഗ് ഏജന്റ് എന്താ ചെയ്യുന്നത്? ആ ടീത്തിന്റെ സർഫസിൽ എന്തൊക്കെ അഴുക്കുകളുണ്ടോ അതിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ അബ്രാസീവ് എന്ന് പറയുന്ന ഏജന്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? സോ ദിസ് ക്ലെൻസിങ് പവർ ഓഫ് an abrasive depend upon the size, shape, hardness and brittleness. എന്തൊക്കെയാണ്? സൈസ്, ഷേപ്പ്, hardness and brittleness. Size, shape, hardness and brittleness. Okay, so the commonly used abrasives are precipitated. Okay, അപ്പൊ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന അബ്രസീവ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? precipitate ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, ഹൈഡ്രേറ്റഡ് അലൂമിന. അപ്പൊ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇത് പഠിക്കണം. ഏത്? എന്തൊക്കെ ഏജന്റുകളാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളതിന്റെ എക്സാമ്പിള് നിങ്ങളുടെ റഫ് നോട്ട് എടുത്തേ. നിങ്ങളുടെ റഫ് നോട്ട് എടുത്തിട്ട് ആ റഫ് നോട്ടില് ഡെൻഡ്രിഫൈസ് എന്ന ഹെഡിങ് കൊടുക്കാം. എന്ത് കൊടുക്കാം? ഡെൻഡ്രിഫൈസ് എന്ന ഹെഡിങ് കൊടുക്കാം. ഒന്ന് കൊടുത്തേ, എഴുതിക്കേ. ഡെൻഡ്രിഫൈസസ് ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ എടുക്കുക അബ്രസീവ്സ്. ഓക്കെ, സോ അബ്രസീവ് എന്ന് പറയുന്ന ഏജന്റ് എന്താണ്? അബ്രസീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പോയിന്റ് എഴുതുക. ദീസ് ആർ പോളിഷിംഗ് ഏജന്റ്. ഓക്കെ, സോ ദീസ് ആർ പോളിഷിംഗ് ഏജന്റ്സ്. ഓക്കെ, ഇനി എക്സാമ്പിൾസ് എഴുതിക്കേ. എന്തൊക്കെയാണ്? പ്രസിപ്പിറ്റേറ്റഡ് കാൽസ്യത്തിന്റെ ആൾക്കാര് ആരൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, പ്രസിപ്പിറ്റേറ്റഡ് കാൽസ്യം കാർബണേറ്റ്, പ്രസിപ്പിറ്റേറ്റഡ് കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്. ഓക്കെ, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്. ദെൻ മഗ്നീഷ്യത്തിന്റെ ആൾക്കാര് മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, ദെൻ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അലൂമിന. ഇത്രയും സാധനമാണ് അബ്രസീവ് ഏജന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓപ്ഷൻസിൽ ഉണ്ടാവുക. എന്തൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്,
ഹൈഡ്രേറ്റഡ് അലൂമിന. മനസ്സിലായല്ലോ? ഇനി അടുത്ത ബൈൻഡർ ആണ് ഞാൻ പറയുന്നത്. അബ്രാസീവ് കഴിഞ്ഞ ഫോർമുലേഷനിലുള്ള ആരാണ്? ബൈൻഡർ. ഓക്കെ, അപ്പൊ നമ്മൾ ടാബ്ലറ്റ് പഠിച്ചപ്പോ ബൈൻഡർ എന്തായിട്ടാ പഠിച്ചേ? ഇതിന്റെ പാർട്ടിക്കിൾസിനെയും എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്താനായിട്ട് എബിലിറ്റി ഉള്ള ആളാണ് ബൈൻഡർ. സോ ബൈൻഡേഴ്സ് ആർ യൂസ്ഡ് ടു കീപ് ദ സോളിഡ് ആൻഡ് ലിക്വിഡ് ഇൻ ദ യുണൈറ്റഡ് ഫോം ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി. സോ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സോളിഡിനെയും ലിക്വിഡിനെയും ഒരുമിച്ച് നിർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ബൈൻഡർ. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബൈൻഡേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, സോ ബൈൻഡർ എന്ന ഹെഡിങ് കൊടുക്കാം. അതിന്റെ യൂസ് എന്താണ്? ബൈൻഡറിന്റെ യൂസ് എന്താണ്? ടു യുണൈറ്റ്, യുണൈറ്റ്, UNITE, യുണൈറ്റ്, ആൻഡ് ടു മെയിൻറ്റെയിൻ. ഏതൊക്കെ? ടു യുണൈറ്റ് ആൻഡ് ടു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി, അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബൈൻഡർ ഉപയോഗിക്കുന്നത്. സോ ബൈൻഡറിന്റെ എക്സാമ്പിൾ ഒന്ന് എഴുതിക്കേ. എന്തൊക്കെയാണ്? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗം ട്രഗക്കാന്ത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഗം ട്രഗക്കാന്ത്. ദെൻ സോഡിയം ആൽജിനേറ്റ്. ഓക്കെ, ഗം ട്രഗക്കാന്ത്, സോഡിയം ആൽജിനേറ്റ്, പിന്നെ മീഥൈൽ സെല്ലുലോസ്. ഓക്കെ, ഇത് പ്രത്യേകം എഴുതണം എന്ന് പറയുന്നത് ഇത് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചു നോക്കണം, അതിന് വേണ്ടിയിട്ടാട്ടോ. സോ മീഥൈൽ സെല്ലുലോസ്. ഇതിന്റെ അകത്ത് ഗം ട്രഗക്കാന്ത് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? വെതർ റെസിസ്റ്റന്റ് ആയിട്ട് ആ കൺസിസ്റ്റൻസി ഓരോ വെതറിനനുസരിച്ച് മാറാതിരിക്കാനും അത് pH അനുസരിച്ച് മാറുകയുമില്ല. സോ വെതർ ആൻഡ് pH റെസിസ്റ്റന്റ് എന്ന് ഗം ട്രഗക്കാന്തിന്റെ അടുത്ത് എഴുതി കൊടുക്കുക, ഒരു ഹൈഫൻ ഇട്ടിട്ട്. മനസ്സിലായോ? Then it is used in a concentration of 1 to 2.5% നമ്മൾ ഗം ട്രഗക്കാന്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഓരോ ഡെൻഡ്രിഫൈസിനും എത്ര എമൗണ്ട് ഓഫ് ബൈൻഡിങ് ഏജന്റ് വേണം എന്നുള്ളത് അതിന്റെ കൺസിസ്റ്റൻസി എന്താണ് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ടാബ്ലറ്റ് ആണെങ്കിൽ കുറച്ച് എമൗണ്ട് മതി, കാരണം എല്ലാം കൂടെ കൂടി പിടിച്ചിരിക്കേണ്ടതാ. പക്ഷെ ഒരു ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ബൈൻഡർ ആഡ് ചെയ്താലും പ്രോബ്ലം ഇല്ല, അല്ലേ? Gum tragacanth is first mixed with a sufficient quantity of glycerin, alcohol before adding water. വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ, നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം? വി ക്യാൻ ആഡ് ഗ്ലിസറിൻ ആൻഡ് ആൽക്കഹോൾ. ഗ്ലിസറിനും ആൽക്കഹോളും നമ്മൾ എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഗ്ലിസറിനും വാട്ടറും ഒക്കെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, then it is done to prevent formation of lumps. Okay, so ഗ്ലിസറിനും ആൽക്കഹോളും നമ്മൾ ഒരു ബൈൻഡർ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ബൈൻഡറിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഗ്ലിസറിനും ആൽക്കഹോളും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഇറ്റ് വിൽ പ്രിവെന്റ് ലംപ് ഫോർമേഷൻ. ഓക്കെ, ഇറ്റ് വിൽ പ്രിവെന്റ് ലംപ് ഫോർമേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈൻഡറിന്റെ കാര്യം പറയുന്നത്. ബൈൻഡർ എന്ന് പറഞ്ഞാൽ സോളിഡിനെയും ലിക്വിഡിനെയും കൂടെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ബൈൻഡർ എന്ന് പറയുന്നത്. ബൈൻഡർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് ഒരു യുണൈറ്റഡ് ഫോമിൽ നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഗം ട്രഗക്കാന്ത്, സോഡിയം ആൽജിനേറ്റ്, അതേപോലെ മീഥൈൽ സെല്ലുലോസ്. ഗം ട്രഗക്കാന്തിന്റെ പ്രത്യേകത എന്താണ്? വെതർ റെസിസ്റ്റന്റ് ആണ്, pH റെസിസ്റ്റന്റ് ആണ്. അപ്പൊ എന്തൊക്കെ ചേഞ്ച് വെതറിൽ വന്നാലും ഇതിന് അൺഅഫക്റ്റഡ് ആയിട്ട് ഇരിക്കും. ഇനി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 to 2.5% ആണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇനി എത്ര ബൈൻഡിങ് ഏജന്റ് ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി അനുസരിച്ചിരിക്കും. നല്ല ഒരു ബൈൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പോലെ പിടിച്ചിരിക്കുള്ളൂ, അല്ലെ? ലിക്വിഡും സോളിഡും കൂടെ. സോ ഏതാണ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ എന്നതനുസരിച്ചിരിക്കും ബൈൻഡറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ഗം ട്രഗക്കാന്ത് എന്ന് പറയുന്ന സാധനം മിക്സ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനും ആൽക്കഹോളും ആയിരിക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ അവിടെ ലംസ് ഫോം ചെയ്യും. സോ ലംസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്ലിസറിനും ആൽക്കഹോളും ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിറ്റർജന്റ്. അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ.
സോ അബ്രാസീവ്, ബൈൻഡർ, ഡിറ്റർജൻസിനെ പറ്റിയിട്ടാ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഡിറ്റർജൻസ് എന്താണ്? These are surface active agents which are used to enhance the action of abrasive. അപ്പൊ ഡിറ്റർജന്റ് എന്ന് കേൾക്കുമ്പോൾ സോപ്പ് പൊടി എന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെൻഡ്രിഫൈസിന്റെ അണ്ടറിലാണ് ഡിറ്റർജന്റ് വരുന്നത്. അപ്പം ഇത് എന്താണ്? ആദ്യത്തെ പോയിന്റ് എഴുതുക, സർഫേസ് ആക്റ്റീവ് ഏജന്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സർഫേസ് ആക്റ്റീവ് ഏജന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് വിൽ enhance the action of abrasives. It will increase the action of abrasives. Okay, they lower the surface tension, penetrate and loosen surface deposit, and emulsify അല്ലെങ്കിൽ suspend the debris which the toothbrush remove from the tooth surface. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഉറപ്പായിട്ടും നമ്മളെ പല്ലുമായിട്ട് പിടിച്ചിരിക്കുമായിരിക്കും അല്ലെ, എന്തെങ്കിലുമൊക്കെ അഴുക്കുകൾ ഉള്ളത്. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാർട്ടിക്കിളിന്റെ അടുത്ത് പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെയുള്ള സർഫസ് ടെൻഷൻ കുറയ്ക്കും. എന്നിട്ട് അവിടുത്തെ സർഫസിനെ ലൂസൻ ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് എമൽസിഫൈഡ് അല്ലെങ്കിൽ സസ്പെൻഡ് ഓൺ ദ ഡെബ്രിസ് which the toothbrush removes from the tooth surface. Okay, so toothbrush എന്ത് ചെയ്യും? ഇതാ tooth surface ൽ നിന്ന് റിമൂവ് ചെയ്യും. So the detergent selected നമ്മൾ എങ്ങനത്തെ ഉള്ളതായിരിക്കണം? It should be tasteless. എഴുതിക്കേ, it should be tooth paste അല്ലെങ്കിൽ tooth powder ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് എന്ന് പറയുന്നത് tasteless ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, and non irritant to the മ്യൂക്കോസ. ഓക്കെ, അത് മ്യൂക്കോസയില് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനും ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഡിറ്റർജന്റിന് വേണ്ടുന്ന ഒരു നല്ല ഗുണമാണ് നല്ല പത ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന കേൾക്കാറുണ്ട് അല്ലെ, നന്നായിട്ട് പതയില്ലാത്ത പേസ്റ്റ്. സോ ഫോമിങ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ഓക്കെ, ഗുഡ് ഫോമിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഗുഡ് ഫോമിങ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇനി എക്സാമ്പിൾസ് നോക്കാം. ഡിറ്റർജന്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? എപ്പോഴും കേൾക്കുന്ന സോഡിയം ലൗറൈൽ സൾഫേറ്റ്, സോഡിയം ആൽക്കൈൽ സൾഫോസക്സിനേറ്റ്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ടൂത്ത് ബ്രഷും അബ്രാസീവ് ആയിട്ടുള്ള ആ ഒരു ഇഫക്റ്റിനെ കുറയ്ക്കും. ഓക്കെ, ഇറ്റ് വിൽ ലോവർ ദ അബ്രാസീവ് ഇഫക്റ്റ് ഓഫ് ടൂത്ത് ബ്രഷ് ആൻഡ് ദ അബ്രാസീവ്. ഓക്കെ, അബ്രാസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പല്ലിക്ക് പിടിച്ചിരിക്കുന്ന സാധനത്തിന് അബ്രാസീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിൾ എഴുതിക്കോളൂ. സോഡിയം ലൗറൈൽ സൾഫേറ്റും പിന്നെ ഏതായിരുന്നു? സോഡിയം ആൽക്കൈൽ സൾഫോസക്സിനേറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഡിറ്റർജന്റിന്റെ കേസിൽ പറയുന്നത്. ഓക്കെ, സോ ഡിറ്റർജന്റ് എന്ന് പറയുന്നത് സർഫസ് ആക്റ്റീവ് ഏജന്റ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ആക്ഷൻ ഓഫ് അബ്രാസീവ്. ഇത് നമ്മുടെ അബ്രാസീവ് ആയിട്ട് പോയിട്ട് സർഫസ് ടെൻഷൻ കുറച്ചിട്ട് അതിനെ ടൂത്ത് ബ്രഷ് കൊണ്ട് ഈസി റിമൂവ് ആക്കുന്ന രീതിയിലേക്ക് മാറ്റും. അടുത്ത ഫ്ലേവറിംഗ് ഏജന്റ്. ഫ്ലേവറിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പേസ്റ്റ് ആണെങ്കിലും പൗഡർ ആണെങ്കിലും അതിന്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫ്ലേവറിംഗ് ഏജന്റ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? പെപ്പർമിന്റ് ഓയില്, വിന്റർ ഗ്രീന്, സിനമൺ ഓയില്, യൂക്കാലിപ്റ്റസ് ഓയില്. ഇതൊക്കെ എന്താണ്? യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്ലേവറിംഗ് ഏജന്റ് ആണ്. ഉപയോഗിക്കാൻ വരുന്ന കോൺസെൻട്രേഷൻ 0.5 മുതൽ 2% വരെയാണ് നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യുന്നത്? ഫ്ലേവറിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹ്യൂമക്റ്റന്റ്. ഹ്യൂമക്റ്റന്റ് എന്താ? ഹ്യൂമക്റ്റന്റ് ആർ യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ് ടു റീറ്റെയിൻ മോയ്സ്ചർ. ഓക്കെ, അതായത് പേസ്റ്റ് ഇപ്പൊ നമ്മൾ എപ്പോ പേസ്റ്റിന്റെ ആ ട്യൂബിൽ നിന്ന് പുറത്തെടുത്താലും അതൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ് ടെക്സ്ചർ, അതിന് ഉണങ്ങിയിരിക്കത്തില്ല അല്ലെ. അപ്പൊ ഉണങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ഹ്യൂമക്റ്റന്റ്. ഓക്കെ, സോ ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മളിപ്പോ എവിടെ വരെ എഴുതി? ഡിറ്റർജന്റ് വരെ എഴുതി. അടുത്ത ഹെഡിങ് കൊടുക്കാം ഫ്ലേവറിംഗ് ഏജന്റ്. ഓക്കെ, അടുത്ത കൊടുക്കാം ഫ്ലേവറിംഗ് ഏജന്റ് എന്ന ഹെഡിങ് കൊടുക്കാം. അതിന്റെ അകത്തേക്ക് എഴുതാം to impart flavor to the പ്രിപ്പറേഷനോട് അതിന്റെ ഫ്ലേവറിനോട് എന്താ പറയാ, ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഏജന്റ് ആണ്. അതിന്റെ എക്സാമ്പിളും കൂടി എഴുതിക്കോളുക.
പെപ്പർമിന്റ് ഓയിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് പെപ്പർമിന്റ് ഓയിൽ. എസെൻഷ്യൽ ഓയിലുകൾ എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ദെൻ വിന്റർ ഗ്രീന്, സിനമൺ ഓയിൽ. അപ്പൊ രണ്ട് ഓയിൽ പഠിച്ചു, സിനമൺ ഓയിലും പെപ്പർമിന്റ് ഓയിലും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂക്കാലി. ഓക്കെ, യൂക്കാലിപ്റ്റസ് ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ, സിനമൺ ഓയിൽ. ഓക്കെ, ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ എത്രയാണ്? 0.5 to 2%. ഓക്കെ, അടുത്തത് ഹ്യൂമക്റ്റന്റ് ആണ്. അടുത്ത ഹെഡിങ് എഴുതിക്കേ, ഹ്യൂമക്റ്റന്റ്. ഹ്യൂമക്റ്റന്റ് എന്താ ചെയ്യുന്നത്? ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കും. അതിന്റെ മോയിസ്ചർ retain to retain the moisture of the toothpaste. Okay, എഴുതിക്കോളൂ, to retain the moisture of the toothpaste. അതിന് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഹ്യൂമക്റ്റന്റ്. ഓക്കെ, സോ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനകത്ത് കുറെ സോളിഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പേസ്റ്റ് അല്ലെങ്കിൽ പൗഡറിനകത്ത്. ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് ഹ്യൂമക്റ്റന്റ് ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഹ്യൂമക്റ്റന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? ഗ്ലിസറിൻ. വേറൊരു സ്ഥലത്തും കൂടെ ഗ്ലിസറിൻ നമ്മൾ ഉപയോഗിക്കുമായിരുന്നല്ലോ. എവിടെയായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്? വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലിസറിനും ആൽക്കഹോളും ബൈൻഡറിന്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്യും. അവിടെ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് ലംബ് ഫോർമേഷൻ തടയാനായിട്ടായിരുന്നു. ഇവിടെ നമ്മൾ ഗ്ലിസറിന്, ദെൻ സോർബിറ്റോള്, ദെൻ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ. 3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞത്. ഗ്ലിസറിന്, സോർബിറ്റോള്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ. ഇത്രയും സാധനം ഹ്യൂമക്റ്റന്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആരാ? ഗ്ലിസറിൻ ആണ് ഏറ്റവും അടിപൊളി ഹ്യൂമക്റ്റന്റ്. ബിക്കോസ് അതിന്റെ ടേസ്റ്റ് എന്താണ്? അതൊരു സ്വീറ്റ് ടേസ്റ്റ് ഉള്ള സാധനം ആയതുകൊണ്ടും ഗ്ലിസറിൻ ഒരു അടിപൊളി ഹ്യൂമക്റ്റന്റ് ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? അതിനെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് 5 to 10%. ഓക്കെ, സോ ഫ്ലേവറിംഗ് ഏജന്റ് ആഡ് ചെയ്യേണ്ട കോൺസെൻട്രേഷൻ എത്രയാണ്? 0.5 to 2%. ഓക്കെ, 0.5 to 2%. ഹ്യൂമക്റ്റന്റ് ആഡ് ചെയ്യേണ്ട കോൺസെൻട്രേഷൻ എത്രയാണ്? 5 മുതൽ 10% വരെ. ഗ്ലിസറിൻ ആണ് ഏറ്റവും നല്ല ഹ്യൂമക്റ്റന്റ് എന്ന് പറയുന്നത്. കാരണം സ്വീറ്റ് ടേസ്റ്റ് ആണ്. ഹ്യൂമക്റ്റന്റ് ആഡ് ചെയ്യുന്നത് തന്നെ അതിന്റെ മധുരം ഉള്ളത് കൊണ്ടും അത് ഡ്രൈ ആകാതിരിക്കാനുമാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രിസർവേറ്റീവ്. പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാ? ഞാൻ ഇത് കുറെ പ്രാവശ്യം ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു. വാട്ട് ഇസ് ദ യൂസ് ഓഫ് എ പ്രിസർവേറ്റീവ്? ഹെഡിങ് എഴുതിയിട്ടെടുത്തു. പ്രിസർവേറ്റീവ് എന്തിനാ യൂസ് ചെയ്യുന്നതിന്റെ യൂസ് എന്താ? ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് വൈറസ് ആണോ? അല്ല, ടു പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മീഥൈൽ പരാബൻ, പ്രൊപ്പൈൽ പരാബൻ. ഏതൊക്കെയാണ്? മീഥൈൽ പരാബനും പ്രൊപ്പൈൽ പരാബനുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്. ഇനി വേറൊരു പേന എടുക്കുക, വേറൊരു കളർ പേന എടുത്ത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹെഡിങ് 2-3 സ്റ്റാർ ഒക്കെ കൊടുത്തിട്ട് എഴുതി വെക്കുക. സോഡിയം ബെൻസോയേറ്റിനെ, സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആണ് അല്ലെ. ഇറ്റ് ഈസ് നെവർ യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്. ഓക്കെ, മനസ്സിലായോ? നോട്ട് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? സോഡിയം ബെൻസോയേറ്റിനെ നമ്മൾ ഉപയോഗിക്കേയില്ല. നമ്മൾ മീഥൈൽ പരാബനും പ്രൊപ്പൈൽ പരാബനും ഒക്കെ ആയിരിക്കും പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് സ്വീറ്റനിങ് ഏജന്റ്. സ്വീറ്റനിങ് ഏജന്റ് എന്തിനാ ആഡ് ചെയ്യുന്നേ? വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. എന്തിനാ സ്വീറ്റനിങ് ഏജന്റ് ആഡ് ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. എന്ത് ഇമ്പാർട്ട് ചെയ്യാനായിട്ടാ? ടു ഇമ്പാർട്ട് സ്വീറ്റ് ടേസ്റ്റ് അല്ലേ, നല്ല മധുരം ആ പ്രിപ്പറേഷന് കൊടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വീറ്റനിങ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ടു ഇമ്പാർട്ട് സ്വീറ്റ് ടേസ്റ്റ് ടു ദ പ്രിപ്പറേഷൻ. ഇനി സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് ടൂത്ത് പേസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഏജന്റ് ആണ്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതിക്കോളുക, സാക്കറിൻ. ഓക്കെ, സാക്കറിൻ ഉപയോഗിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 0.005 to 0.25% ആണ് നമ്മൾ സാക്കറിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ചോദ്യം വരാം, നമ്മൾക്ക് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റനിങ് ഏജന്റ് ഏതാണ്? സാക്കറിൻ ആണ്. ഉപയോഗിക്കാൻ പറ്റുന്ന കോൺസെൻട്രേഷൻ 0.05 to 0.2. നെക്സ്റ്റ് തെറാപ്യൂട്ടിക്. സ്വീറ്റനിങ് ഏജന്റ് കഴിഞ്ഞു,
അടുത്ത ഏജന്റ് ആണ് തെറാപ്യൂട്ടിക് ഏജന്റ്. അടുത്ത ഹെഡിങ് കൊടുത്ത് തെറാപ്യൂട്ടിക് ഏജന്റ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അത് എല്ലാ ടൂത്ത് പൗഡേഴ്സിലും അല്ലെങ്കിൽ എല്ലാ ഏജൻസിലും ഇല്ല. ഒള്ളി നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റിലും ടൂത്ത് പൗഡേഴ്സിലും മാത്രമാണ് ഡെന്റൽ ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തെറാപ്യൂട്ടിക്. അപ്പൊ ഹെഡിങ് ഏത് തെറാപ്യൂട്ടിക് ഏജൻസ് യൂസ് ചെയ്ത ടു പ്രിവെന്റ് ഡെന്റൽ ഡിസീസും അതേപോലെ തന്നെ വേറെ ഏതാ മൗത്ത് ഓർഡർ. അതൊരു ഡിസീസ് കണ്ടീഷൻ തന്നെയാണ് അല്ലെ. വായുനാറ്റം എന്ന് പറയുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻ. അത് ഏതെങ്കിലും ഒരു അണ്ടർലൈൻ കോസ് കൊണ്ടായിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് തെറാപ്യൂട്ടിക് ഏജൻസ്. ആന്റിബയോട്ടിക്കോ ഫ്ലൂറൈഡോ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഇൻഹിബിറ്റേഴ്സോ ക്രിസ്റ്റൽ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സോ ക്ലോറോഫില്ലോ എസെൻഷ്യൽ ഓയിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം. എക്സാമ്പിൾ എന്താ എസെൻഷ്യൽ? ക്ലോവ് ഓയിൽ ഒക്കെ അറിയില്ലേ, പെയിൻ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. സോ ക്ലോറോഫില്ല്, ദെൻ എസെൻഷ്യൽ ഓയിൽസ് ആയിട്ടുള്ള ആൾക്കാര്, ദെൻ എൻസൈം ഇൻഹിബിറ്റേഴ്സ്, ക്രിസ്റ്റൽ ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ് ഒക്കെയാണ് തെറാപ്യൂട്ടിക് ഏജൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള ഒരു ഡെൻഡ്രിഫയറിനകത്ത് എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. Okay, so tooth powders are prepared in big blending അല്ലെങ്കിൽ മിക്സിംഗ് ടാങ്ക്. വലിയ ബ്ലെൻഡിങ് അല്ലെങ്കിൽ മിക്സിംഗ് ടാങ്കിലാണ് ടൂത്ത് പൗഡറുകളെ ഉണ്ടാക്കുന്നത്. സോളിഡ് ഇൻഗ്രീഡിയന്റുകൾ എല്ലാം നമ്മൾ വേ ചെയ്യുന്നു, എന്നിട്ട് അവരെ നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. എപ്പോ മിക്സ് ചെയ്യുമ്പോഴും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആളെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യും, വെയിറ്റ് കൂടിയ ആളെ അവസാനം ഇൻക്ലൂഡ് ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലേവറിംഗ് ഏജന്റ് മിക്സിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ മെത്തേഡ് ഓഫ് പ്രിപ്പയർ ടൂത്ത് പൗഡർ ഉണ്ടാക്കുന്നതിന് നമുക്ക് വലിയ ബ്ലെൻഡിങ് മെഷീനും മിക്സിംഗ് ടാങ്കുകളും വേണം. സോൾഡ് ഇൻഗ്രീഡിയന്റിനെ എല്ലാം വേ ചെയ്തെടുക്കുന്നു, അതിനെ അസെൻഡിങ് മോഡലിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ആർ യൂസ്ഡ് വൈൽ പ്രിപ്പയറിംഗ് ടൂത്ത് പേസ്റ്റ്. ടൂത്ത് പൗഡറിന് നമ്മൾ ബ്ലെൻഡിങ് അല്ലെങ്കിൽ മിക്സിംഗ് ടാങ്കുകളായിരിക്കും എടുക്കുന്നത്. ടൂത്ത് പേസ്റ്റിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ആയിരിക്കും എടുക്കുക. എന്നിട്ട് ബൈൻഡർ, ഹ്യൂമക്റ്റന്റ് ഇവരെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും, സാക്കറിനും പ്രിസർവേറ്റീവ് ഉള്ള ലിക്വിഡ് മീഡിയത്തിലേക്ക് ഇടും. ഏതിനൊക്കെ ഇട്ടത്? ബൈൻഡർ. ബൈൻഡറിന്റെ എക്സാമ്പിൾ നിങ്ങളുടെ ബുക്ക് നോക്കി പറഞ്ഞേ, ഏതൊക്കെയാ ബൈൻഡറിന്റെ എക്സാമ്പിള്? ബൈൻഡർ ഗം ട്രഗക്കാന്ത്, സോഡിയം ആൽജിനേറ്റ്, മീഥൈൽ സെല്ലുലോസ് ഒക്കെയാണ് ബൈൻഡർ. ഇനി ഹ്യൂമക്റ്റന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞേ, ഗ്ലിസറിന്, സോൾബിറ്റോള്, പ്രൊപ്പിലീൻ ഗ്ലൈക്കോള്, ഇത്തരം ഏജന്റ് ഒക്കെയാണ് എന്ത്, ഹ്യൂമക്റ്റന്റ് എന്ന് പറയുന്നത്. സോ ഇത്തരം പൗഡറുകളെ നമ്മുടെ പ്രിസർവേറ്റീവ് ആയിട്ടുള്ള മീഥൈൽ പരാബൻ, പ്രൊപ്പൈൽ പരാബൻ അല്ലെങ്കിൽ സാക്കറിന്റെ കൂടെ മിക്സ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ദെൻ അലൗഡ് ടു സ്വെൽ ടു ഫോം എ ഹോമോജീനിയസ് ജെൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ജെല്ലായിട്ട് മാറും. ഈ ഹോമോജീനിയസ് ജെല്ലിനെയാണ് നമ്മൾ മിക്സിംഗ് ടാങ്കിലേക്ക് വിടുന്നത്. ഈ മിക്സിംഗ് ടാങ്ക് പതിയെ അബ്രാസീവ് ഏജന്റുമായിട്ട് നമ്മൾ അജിറ്റേഷനിലൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് അല്ലെങ്കിൽ യൂണിഫോം പേസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൻ്റെ അകത്തേക്ക് ഫ്ലേവറിംഗ് ഏജന്റിനെയും ഡിറ്റർജന്റിനെയും ആഡ് ചെയ്യുന്നു. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ടൂത്ത് പേസ്റ്റ് നമ്മൾ കൊളാപ്സിബിൾ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ ഒന്നുമില്ല, ടൂത്ത് പൗഡറും ടൂത്ത് പേസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ടൂത്ത് പൗഡർ പ്രിപ്പയർ ചെയ്യുന്ന മിക്സിംഗ് ടാങ്കിലോ അല്ലെങ്കിൽ വലിയ ബ്ലെൻഡിങ് മെഷീനിലായിരിക്കും മിക്സ് ചെയ്യാം. പക്ഷെ പേസ്റ്റ് പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആദ്യമേ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നറിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ആയിട്ടുള്ള സാധനത്തിനെയും ഈ ബൈൻഡറിനെയും ഹ്യൂമക്റ്റന്റിനെയും എല്ലാത്തിനെയും കൂടെ വിത്ത് ഹെൽപ്പ് പ്രിസർവേറ്റീവ് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഒന്ന് വീർക്കാനായിട്ട് അനുവദിക്കും. വീർത്ത് കഴിയുമ്പോൾ ഇതൊരു ജെല്ലായിട്ട് മാറും, ഈ ഏജന്റുകൾ എല്ലാവരും കൂടെ. ഓക്കെ, ഇതിന് നമ്മൾ ഒരു മിക്സിംഗ് ടാങ്കിലേക്ക് മാറ്റും. മിക്സിംഗ് ടാങ്കിൽ നിന്നാണ് നമ്മൾ ഫ്ലേവറിംഗ് ഏജന്റും ഡിറ്റർജന്റും ഒക്കെ ആക്കിയിട്ട് ഒരു യൂണിഫോം പേസ്റ്റ് ആയിട്ട് പിന്നീട് കൊളാപ്സിബിൾ ട്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഫോർമുലേഷൻ നോക്കിക്കേ. ലിക്വിഡ് ഡെൻഡ്രിഫൈഡ്സ് ഉണ്ട്, ടൂത്ത് പൗഡർ ഉണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അല്ലെ, ഡിഫറെന്റ് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, ലിക്വിഡ് ഡെൻഡ്രിഫൈസസ്. സോ ലിക്വിഡ് ഡെൻഡ്രിഫൈസ് അത്ര പോപ്പുലർ അല്ല, അതായത് ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് കുറവല്ലേ. അപ്പം അവര് യൂഷ്വലി ആക്വസ് അല്ലെങ്കിൽ ഹൈഡ്രോ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ് ഓഫ് സർഫാക്റ്റൻസ് ആണ്. ഓക്കെ, എന്താണ് ആൽക്കഹോളിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്.
അക്വസോ അല്ലെങ്കിൽ ഹൈഡ്രോ ആൽക്കഹോളിക് സൊല്യൂഷൻസ് ആണ് ഓഫ് തിക്കനിങ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ്, ഫ്ലേവറിങ് ഏജന്റ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ആ ഒരു ഫോർമുലേഷൻ നോക്കിക്കേ. ഹാർഡ് സോപ്പ്, പൗഡർ, സ്വീറ്റനിങ് ഏജന്റ് ആയിട്ടുള്ള സാക്കറിൻ, കളറിന് വേണ്ടി അമരാന്ത്, ടേസ്റ്റിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടി സിനമൺ ഓയിൽ, ദെൻ പെപ്പർമിന്റ് ഓയിൽ, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഫ്ലേവറിങ് ഏജന്റ് ആയിട്ട് സിനമൺ ഓയിൽ, പെപ്പർമിന്റ് ഓയിൽ, ക്ലോവ് ഓയിൽ, ആൽക്കഹോള്. ക്ലോവ് ഓയിൽ എന്താണ്? ഒരു തെറാപ്യൂട്ടിക് ഏജന്റ് അല്ലെ, പല്ലുവേദനയൊക്കെ കുറയ്ക്കാനായിട്ട്. സോ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ആദ്യം സോപ്പിനെയും സാക്കറിനെയും വോളറ്റൈൽ ഓയിലിനെയും ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് അമരാന്ത് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന എത്ര ml ആണോ അത്രയും ml നമ്മൾ അതിനെ മേക്കപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഇത് കഴുകിയിട്ട് വേണം മോയിസ്റ്റൻഡ് ആയിട്ടുള്ള ടീത്തിലേക്ക് ഒരു ബ്രഷ് കൊണ്ട് ഇത് അപ്ലൈ ചെയ്യുക. ഇതൊരു ഡെൻഡ്രിഫൈസിന് അപ്ലൈ ആക്ട് ചെയ്യും. ഇതാണ് ലിക്വിഡ് ഡെൻഡ്രിഫൈസസ്. അടുത്ത ടൂത്ത് പൗഡർ നമ്മൾ പറഞ്ഞു പണ്ട് മുതലേ ഉണ്ട്, പൽപ്പൊടി അല്ലെ. ഓൾഡസ്റ്റ് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്രിപ്പറേഷൻ ആണ് ഫോർ ക്ലീനിങ് ദ ടീത്ത്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്രാസീവും സർഫാക്ടന്റും സ്വീറ്റ്നറും ഫ്ലേവറും ഒക്കെ തന്നെയായിരിക്കും. ഓക്കെ, പക്ഷെ പ്രത്യേകത എന്താ? പൽപ്പൊടി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഫൈൻ പാർട്ടിക്കിൾ ആയിരിക്കും. അതിനും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് സോപ്പ്, precipitate calcium carbonate, saccharin sodium, cinnamon oil, peppermint oil, methyl salicylate. So this will divide precipitated calcium carbonate രണ്ട് ഭാഗമാക്കി മാറ്റും. എന്നിട്ട് ആദ്യമേ സോഡിയം സാക്കറിനും വോളറ്റൈൽ ഓയിലും മീഥൈൽ സാലിസിലേറ്റും ഒക്കെ ഒരു പകുതിയിലൂടെ ഒരു കാൽസ്യം കാർബണേറ്റിലേക്ക് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് they will mix the hard soap in a fine powder with the second half. രണ്ടാമത്തെ ഹാഫിനകത്ത് നമ്മൾ സോപ്പും ഫൈൻ പൗഡറും വെച്ച് മിക്സ് ചെയ്യുന്നു. ഇത് പേരെയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നു, ഒരു ഫൈൻ ട്യൂബിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇതിനെയാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൂത്ത് പേസ്റ്റിന് നമ്മൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഗ്ലിസറിനും വാട്ടറും ഒക്കെ ആഡ് ചെയ്യും. എന്നിട്ട് സ്റ്റിർ ചെയ്തിട്ട് ഫ്ലേവർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടുന്ന ടൂത്ത് പേസ്റ്റ് കിട്ടുക. മനസ്സിലായോ? സോ ഏറ്റവും പോപ്പുലർ ആണ് ടൂത്ത് പേസ്റ്റ്. എക്സ്പെൻസീവ് ആണ്, കാരണം കൂടുതലായിട്ടും ആളുകൾ ടൂത്ത് പൗഡർ ആണ് പ്രിഫർ ചെയ്യുന്നത്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അബ്രാസീവ്, ഫോമിംഗ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ്, ഫ്ലേവറിങ് ഏജന്റ്, ബൈൻഡിങ് ഏജന്റ് എല്ലാമാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫേഷ്യൽ കോസ്മെറ്റിക്സ്. എന്താ ഫേഷ്യൽ കോസ്മെറ്റിക്സ്? നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? ഫേഷ്യൽ കോസ്മെറ്റിക് ആയിട്ട് വരും അല്ലെ. സോ അവര് ഒന്നെങ്കിൽ ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു നറിഷിങ് ഇഫക്റ്റ് തരാനായിട്ടാണ് നമുക്ക് എന്ത് ഉപയോഗിക്കുന്നത്? ഫേഷ്യൽ കോസ്മെറ്റിക്സ്. അപ്പൊ ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്കിന്നിന് നല്ലതാവാനും സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ പ്രിമച്വർ ഏജിങ് തടയാൻ പറ്റും. അതേപോലെ ഓവറോൾ ലുക്കും പേഴ്സണാലിറ്റിയും എല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഫേസ് പൗഡർ, കോമ്പാക്ട് ഫേസ് പൗഡർ, റൗഗ്, കോൾഡ് ക്രീം, ക്ലെൻസിങ് ക്രീം, വാനിഷിംഗ് ക്രീം, ഫൗണ്ടേഷൻ ക്രീം, മോയ്സ്റ്റനിങ്. Okay, moistening cream, then preparations for eye makeup, eye shadow, eyebrow pencil, mascara, lipstick, bleaches, shaving media, lather shaving cream, blushes, shaving cream, shaving soap, shaving stick. ഇതെല്ലാം എന്താണ്? മുഖത്ത് ഉപയോഗിക്കുന്ന ഫേഷ്യൽ കോസ്മെറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് ഈസ് ഫേസ് പൗഡർ. ഫേസ് പൗഡർ എന്ന് പറയുന്ന കോസ്മെറ്റിക് നമ്മൾ എന്തിനാ? ഓവറോൾ ആ ഫേസിന്റെ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പൗഡർ പഫ് ഉപയോഗിച്ചിട്ടായിരിക്കണം മുഖത്തേക്ക് പൗഡർ അപ്ലൈ ചെയ്യേണ്ടത്. യൂഷ്വലി നല്ല ഒരു കവറിങ് കിട്ടും, ഒരു സ്മൂത്ത് ഫിനിഷും കിട്ടും. ഓക്കെ, ഇനി യൂഷ്വലി ഫേസ് പൗഡറുമായിട്ട് നമ്മൾ മിക്സപ്പ് ചെയ്യുമ്പോൾ ഓൺ കൺസിഡറേഷൻ വി മസ്റ്റ് ബി ഗിവൺ ടു ദ ലൈക്കിംഗ് ഓഫ് വുമൺ റിഗാർഡിംഗ് ദ ഓർഡർ ആൻഡ് കളർ. സോ ഫേസ് പൗഡർ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് അതിന്റെ മണം, ഓക്കെ, അതിന്റെ കളറൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം. ദർ ഇസ് നോ സിംഗിൾ ഇൻഗ്രീഡിയന്റ് വിച്ച് പാസ് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ഐഡിയൽ ഫേസ് പൗഡർ. സോ വി ഹാവ് ടു ബ്ലെൻഡ് ഓൾ ദ ഇൻഗ്രീഡിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു ഏജന്റിന് മാത്രമായിട്ട് എല്ലാ ഗുണങ്ങളും തരാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫേസ് പൗഡറിനെ ഉപയോഗിക്കണം. കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ടാൽക്കം പൗഡർ, കയോലിന്, precipitate ചോക്ക്, മഗ്നീഷ്യം കാർബണേറ്റ്, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, സ്റ്റാർച്ച്, കളർ, പെർഫ്യൂം. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ചെയ്യുക. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡ് ആക്ട് ആസ് എൻ ഒപ്പാസിഫൈങ് ഏജന്റ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്.
ഒരു ഒപ്പാസിഫൈങ് ഏജന്റ് ആണ്. എന്നാൽ മഗ്നീഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുന്ന ഒരു അബ്സോർബന്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. കയോലിനാണ് നമുക്കൊരു സൂത്തനിങ് ഇഫക്റ്റ് തരുന്നത്. ഓക്കെ, 3 തരത്തിലുള്ള ഫേസ് പൗഡേഴ്സ് ഉണ്ട്: ലൈറ്റ്, മീഡിയം ആൻഡ് ഹെവി. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുന്നതാണ് ലൈറ്റ്. ഇതിനകത്ത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ടാൽക്ക് ഉണ്ടായിരിക്കും. ടാൽക്കിന്റെ അളവ് കൂടുതൽ. ടാൽക്ക് ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലേ. അപ്പം ടാൽക്ക് എന്ന് പറയുന്നത് ലൈറ്റ് ടൈപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡ്രൈ സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി മീഡിയം ടൈപ്പ് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു നോർമൽ അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഒരു ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാൽക്ക് കുറച്ചുകൊണ്ട് സിങ്ക് ഓക്സൈഡ് കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പൗഡർ പ്രിപ്പയർ ചെയ്യാം. ഇനി ഹെവി ടൈപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയത്തില്ലേ റോസ് പൗഡർ എന്നൊക്കെ പറയില്ല, റോസ് പൗഡർ ഒക്കെ എന്താ ചെയ്യുന്നത്? ഒരു മാസ് ആയിട്ടുള്ള ഒരു കവറിങ് പൗഡർ ആയിട്ട് ആക്ട് ചെയ്യും. വളരെ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ദേ കണ്ടൈൻ ലെസർ ക്വാണ്ടിറ്റി ഓഫ് ദ ടാൽക്ക്, പക്ഷെ ഹയർ ക്വാണ്ടിറ്റി ഓഫ് സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സോ ടാൽക്കിന്റെ അളവും സിങ്ക് ഓക്സൈഡിന്റെ അളവും അനുസരിച്ചാണ് ഫേസ് പൗഡറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത്. ലൈറ്റിനകത്ത് ഒരുപാട് ടാൽക്ക് ഉണ്ടാവും, മീഡിയത്തിനകത്ത് കുറവായിരിക്കും, ഹെവിനകത്ത് ഒട്ടുമേ ഉണ്ടാവില്ല. മീഡിയത്തിനകത്ത് സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും, ഹെവിക്കകത്തും സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും. കുറവായിരിക്കും കേട്ടോ, സോറി കൂടുതലായിരിക്കും ഹെവിക്കകത്ത്. ദെൻ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫേസ് പൗഡർ. ഒരു ഫേസ് പൗഡറിന് വേണ്ടുന്ന മിനിമം ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഷുഡ് ബി വെരി ഫൈൻ. ഒരു ഗ്രിറ്റി പാർട്ടിക്കിൾസ് ഉണ്ടാവാൻ പാടില്ല, ടോക്സിറ്റി ഉണ്ടാവാൻ പാടില്ല, നോൺ ഇറിറ്റന്റ് ആയിരിക്കണം, സ്കിന്നില് നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് റിമൂവ് ദ സ്കിൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, സ്കിന്നിൽ നിന്ന് നമ്മൾ അതിനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാറ്റുന്നതല്ലേ നമുക്ക് അനിവാര്യത. അപ്പൊ തന്നെ ഇളകി പോകാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ദെൻ ഇറ്റ് ഈസ് ബോത്ത് സ്റ്റേബിൾ, ഫിസിക്കലി ആൻഡ് കെമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് കോസ് ഗുഡ് അബ്സോർബിംഗ് പ്രോപ്പർട്ടി. ഇറ്റ് ഷുഡ് റിമൂവ് ഷൈൻ ഫ്രം ദ ഫേസ്. അതിനിങ്ങനെ എന്താ പറയുക, യൂണിഫോം അപ്പിയറൻസ് കൊടുക്കണം. ഇറ്റ് ഷുഡ് സ്റ്റിക്ക് ടു ദ ഫേസ്. അതേപോലെ ഷുഡ് നോട്ട് ഡസ്റ്റ് ഓഫ് ഇൻ ഫ്യൂ മിനിറ്റ്സ്. പെട്ടെന്ന് തന്നെ പോകാനും പാടില്ല. ഇനി ഫേസ് പൗഡേഴ്സിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ടാൽക്കം, കയോലിൻ, precipitate chalk, zinc oxide, zinc stearate, perfume in sufficient amount. അടുത്ത ഫോർമുല 2 നോക്കിയേ. ടാൽക്കം ഉണ്ട്, കയോലിന് പകരം ഒപ്പാസിഫൈങ് ഏജന്റ് ആയിട്ടുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. ചോക്ക്, സിങ്ക് ഓക്സൈഡ്, സിങ്ക് സ്റ്റീറേറ്റ്. ഫോർമുല 3, ബോറിക് ആസിഡും സാലിസിലിക് ആസിഡും ടാൽക്കം പൗഡറും. ഇതിനെ ഡിയോഡ്രന്റ് പൗഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെയുള്ള ഇതെല്ലാം അബ്സോർബ് ചെയ്യും. അടുത്തത് ബേബി പൗഡറിനകത്ത് ബോറിക് ആസിഡ്, സിങ്ക് സ്റ്റീറേറ്റ്, ടാൽക്കം പൗഡർ, പെർഫ്യൂം. ഇത്രയാണ് ബേബി പൗഡറിനകത്ത് ഉണ്ടാവുക കേട്ടോ. സോ ഇനി ജനറൽ പ്രിപ്പറേഷൻസ് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നാളെ മോർണിംഗ്. ഓക്കെ, നാളെ മോർണിംഗ് എടുക്കാം. നാളെ മോർണിംഗ് ചിലപ്പോ ഒരു 8 o'clock ആവും കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. കുറച്ച് ഡിലേ ഉണ്ടാവും ചിലപ്പോ. ഞാൻ ഏതായാലും നിങ്ങൾ 7 o'clock മുതൽ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാം. ഞാനൊരു 10 minutes മുമ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. ഓക്കെ, സോ പരമാവധി ആളുകൾ ഉച്ചയ്ക്ക് ശേഷവും കൂടെ ക്ലാസ്സിന് കയറാൻ നോക്കുക. ഇല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ നോക്കുക. അറിയാലോ, നമുക്ക് ഒരുപാട് പോർഷൻസ് ചെറിയൊരു സമയത്തിനുള്ളിലാണ് തീർക്കേണ്ടത്. നമ്മളാണെങ്കിൽ ഒത്തിരി ടോപ്പിക്സ് എടുക്കുന്നുമില്ല, കുറച്ചേരം എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും, ശ്രദ്ധിക്കാനും തോന്നില്ല. അപ്പൊ നമുക്ക് നാളെ മോർണിംഗ് കൊണ്ട് ഡെന്റൽ ആൻഡ് കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ മോർണിംഗ് കാണാം. ഒരു മിനിറ്റ്, ആരും പോവല്ലേ. നമുക്ക് മറ്റേ ആ സ്ലൈഡും കൂടെ ഒന്ന് നോക്കിയേക്കാം. നമ്മൾ വായിക്കുന്നത് പോലെയാണോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ?
ആണല്ലോ അല്ലെ. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ DNC ആക്ട് പ്രകാരം സ്കിന്നിലേക്ക് റബ്ബ് ചെയ്യോ, പോർ ചെയ്യോ, സ്പ്രിങ്കിൾ ചെയ്യോ, സ്പ്രേ ചെയ്യോ ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ കോസ്മെറ്റിക് എന്ന് പറയുന്നത്. യൂസ് അനുസരിച്ച്, ഫംഗ്ഷൻ അനുസരിച്ച്, ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഓരോ ഇടത്തും ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് പറഞ്ഞിട്ടുള്ള ഇനി ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടെക്സ്റ്റ് അതുപടി തന്നെയാണ് സ്ലൈഡ് ആക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം. പക്ഷെ ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്. അബ്രാസീവ് ഏജന്റ് എന്താണ്, എന്തൊക്കെയാണ്? പ്രസിഡന്റ് കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം പൈറോഫോസ്ഫേറ്റ്, ബൈൻഡർ എന്ന് പറഞ്ഞാൽ ഗമ്മക്കേഷ്യ, സോഡിയം ആൽജിനേറ്റ്, സെലുലോസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡെയിലി ഒരു 2-3 പ്രാവശ്യം വായിക്കണം ഈ ഒരു സ്യൂട്ടിസ് തീരുന്നവരെ. അപ്പൊ ഇത് മറക്കത്തില്ല. ഡിറ്റർജന്റ് സോഡിയം ലൗറേറ്റ് സൾഫേറ്റും സോഡിയം ആൽക്കൈൽ സൾഫോസക്സിനേറ്റും. ഫ്ലേവറിംഗ് ഏജന്റ് ഓയിലുകളൊക്കെ പെപ്പർമിന്റ്, വിന്റർ ഓയില്, ദെൻ സിനമൺ ഓയില്, യുക്കാലിപ്പസ്. ഹ്യൂമക്റ്റന്റ് എന്താ? അതിനകത്ത് ഡ്രൈ ആവാതിരിക്കാൻ ഗ്ലിസറിൻ, സോർബിറ്റോൾ, പ്രൊപ്പൈൻ ഗ്ലൈക്കോൾ ഒക്കെ. പ്രിസർവേറ്റീവ് മീഥിൽ പരാബിനും പ്രൊപ്പൈൽ പരാബിനും. സ്വീറ്റനിങ് ഏജന്റ് സാക്കറിൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ അല്ലെ. സോ ടൈപ്പ് എന്തൊക്കെയാണ്? ലിക്വിഡ്, ടൂത്ത് പൗഡർ, ടൂത്ത് പേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ദെൻ ലിക്വിഡ് എന്റർഫൈസ് ആണ് മൗത്ത് വാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഫേഷ്യൽ കോസ്മെറ്റിക്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ഫേഷ്യൽ പൗഡേഴ്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് ലൈറ്റ്, മീഡിയം, ഹെവി എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇത് കണ്ടോ, സ്ലൈഡ് വായിക്കുമ്പോൾ എല്ലാം ഭയങ്കര കൺസൈസ്ഡ് ആയിട്ട് തോന്നും. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് അധികമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ടെക്സ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇത്തരം സ്ലൈഡുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. സോ ബാക്കി നാളെ നോക്കാം. താങ്ക് യു.